ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് +1 അതായത് +1ലെ നമ്മുടെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. ഹിന്ദി ആയിരുന്നു. ഞാൻ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഹിന്ദി ആയിരുന്നു. അപ്പോൾ എനിക്ക് 6-ാം തീയതി ഹിന്ദിയുടെ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ പോലെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ ഈ എക്സാമിനകത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര അത്യാവശ്യം നല്ലോണം ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിനകത്ത് ആകപ്പാടെ എനിക്ക് ചെറിയൊരു ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് മറ്റേ നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യനാണ് ഇത്തിരി ഡൗട്ടായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കവിത, സെക്കൻഡ് അസ്ലമിൻ്റെ ആണ്, പിന്നെ തേർഡ് സഹേലിയുടെ കൂടെയാണ് പോയത്, പിന്നെ 4 ബിസ്ക്കറ്റാണ്, പിന്നെ 5 അപരാധ് ഉദയപ്രകാശിൻ്റെയാണ്, അതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആ 2 വേർഡ് ഉപയോഗിച്ച് 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. അത് കോൺ രാത്കോ ബക്കോഡ ബേച്ച് റഹായെന്നും ഗോംസ്ലെ വാലെ രാത്കോ ക്യാ ബേച്ച് റഹാ അങ്ങനെ എഴുതിയാൽ തന്നെ നമുക്ക് അതിന് 2 മാർക്ക് കിട്ടും. 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അപരാധം ചെയ്ത ഭാവത്തിൽ യാത്രി റിക്ഷയിൽ നിന്ന് പോയെന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്ലമിൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അയാൾ അസ്ലമിനോട് ചെയ്ത ഹംദർദിയുടെ കാര്യം ആലോചിച്ച് അങ്ങനെയാണ്. അതാണ് അത്ര അങ്ങ് എഴുതിയാൽ മതി, നമുക്ക് 2 മാർക്ക് തരുവർ. പിന്നെ ഈ 8ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത് ക്രിസ്മസ് എക്സാമിനാണ് ഈ ഒരു മോഡൽ ആദ്യമായിട്ട് വരാൻ തുടങ്ങിയത്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ്. ഗരീബി വിദ്യാർത്ഥി, മദദ് മാഗ്ന ആയ, അത്ര എഴുതി കഴിഞ്ഞാൽ അതിനും നമുക്ക് 2 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ വരുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും, മധുരതുവാണ്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ എഴുതിയത് ഝാഡ് കെ ചിർ പച്ചട്ട് മേ സൂക്കെ തിൻകോ ഭാഗ് ജാന ഹെ, അത്രയാണ് ഞാൻ എഴുതിയത്. പിന്നെ 11 ആശയം എഴുതാനാണ്. അത് ആശയം ഞങ്ങൾക്ക് പഠിക്കാനാണ്, അത് നമ്മൾ അറിയാമല്ലോ, അതാണ് എഴുതിയത്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഹയുടെ അർത്ഥം എഴുതാനാണ്. അത് മറ്റേ ഭക്തിയുള്ളിടത്ത് കാമം, ക്രോധം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ള ആ ഒരു അർത്ഥം വരുന്ന രീതിയിലാണ്. പിന്നെ ദോഹയിലെ കബീർദാസിനെ കുറിച്ച് ചെറിയ ഇൻട്രഡക്ഷൻ കൊടുക്കണം. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബീർബൽ സിംഗിൻ്റെ ചരിത്രപർ ടിപ്പണി എഴുതാനായിരുന്നു. അതും നമുക്ക് പഠിക്കാനുള്ളത് തന്നെ ആയതുകൊണ്ട് തന്നെ നോട്ടിലൊക്കെ തരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനത് പഠിച്ചിട്ടായിരുന്നു പോയത്, ഞാൻ അത് തന്നെയാണ് എഴുതിയത്. പിന്നെ സഹീമിലാൻ കരയിൽ റിക്ഷവാല മൃത്യുക്ക് ഖബർ ദേനയാണ്. പിന്നെ അസ്ലം എന്ന് പറയുന്നത് രാസ്തമേം ദം തോടുദേന. പിന്നെ യാത്രി റിക്ഷാസെ ഉതിർക്കർ ചലന. പിന്നെ ഡോക്ടർ റിക്ഷ ചലാനേസെ മനാ കർന. അതാണ് ആ ഒരു മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഉത്തരം തെറ്റാണ്. കാരണം ഈ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റായിട്ട് കാണുന്നത് മോഡൽ എക്സാമിനായിരുന്നു. ക്രിസ്മസ് എക്സാമിന് ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയേക്കുന്നത് എൻ്റെ ഉത്തരം തെറ്റാണ്. എൻ്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആൻസർ കീ കിട്ടും, അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഇത്രയും സെക്ഷനിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 17ാമത്തെ ക്വസ്റ്റ്യന്. അതിനകത്ത് ചോട്ടെ ഭായി അപ്നെ അപരാധ് കെ ലിയെ ക്ഷമ മാംഗ്നെ മേം അസ്തൽ രഹാ ക്യൂം, അതാണ് അതിനകത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഞാൻ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാം ഓർ പിതാജി ബി നെഹി ഹെ, ഇപ്പം അവരുടെ അമ്മയും അച്ഛനും ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു പോയിന്റ് ഞാൻ എഴുതിയേക്കുന്ന ഉത്തരത്തിനകത്തുണ്ട്. ഞാൻ ആൻസർ കീ നോക്കിയപ്പോൾ അതിൽ ആ ഒരു പോയിന്റ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരു പോയിൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, ബഡാബായുടെ ഓർമ്മയിൽ അതുണ്ടെന്ന് പറയുന്നൊരു പോയിൻറ്റ്. പക്ഷേ ആ പോയിൻറ്റ് എൻ്റെ അതിൽ വന്നിട്ടില്ല. അതിന് എങ്ങനെയാണ് മാർക്ക് വരുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സമക്ഷേപം ചെയ്യാനുള്ളത് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ഞാൻ എഴുതാൻ നിന്നില്ല. എനിക്ക് ഏറ്റവും കുറച്ചുകൂടെ അറിയാവുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ 19ാമത്തെ സ്കിപ്പ് ചെയ്തു. നമുക്ക് ഏതെങ്കിലും 3 എഴുതിയാൽ മതിയല്ലോ. പിന്നെ 20ാമത്തേത് പോസ്റ്റായിരുന്നു, അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 21 പറയുന്നത് നമുക്ക് മറ്റേ ഇംഗ്ലീഷ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതായിരുന്നു. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ് ചോദിച്ചിട്ടുള്ളത്, അത് കാരണം നമ്മൾ രക്ഷപ്പെട്ട്. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ എക്സാമിനറിൻ്റെ ഒരു ഡയറി, അത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെ ആയിരുന്നു. ആ ഒരു ഡയറി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് ഫോണിൽ നോക്കിയിട്ട് ഒരു 3-4 പ്രാവശ്യം വായിച്ചായിരുന്നു. ആ ഒരു വായിച്ചതിൻ്റെ ഓർമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ ആ ഒരു രീതിക്കാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, കാരണം നമുക്ക് 8 മാർക്കിന് ഏതെങ്കിലും 3 എഴുതിയാൽ മതിയായിരുന്നു. വിജ്ഞാപനം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വിജ്ഞാപനം എഴുതി. വിജ്ഞാപനമൊക്കെ അത്യാവശ്യം നമ്മൾ പടമൊക്കെ വരച്ച് നല്ല വൃത്തിക്ക് പരസ്യമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 മാർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വിജ്ഞാപനം എഴുതിയത്. പിന്നെ ഫിലിമി സമീക്ഷ താരേ സമീൻ പറഞ്ഞ് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ എഴുതിയത്.
പിന്നെ 8 മാർക്കിന് നമുക്ക് ഇംഗ്ലീഷിലുള്ള അർത്ഥം ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തെഴുതാൻ അത് സിമ്പിളായിട്ടുള്ളതാണ്. അതെല്ലാവർക്കും 8 മാർക്ക് കിട്ടുന്നതാണ്. അത് കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പം ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ഹിന്ദി എക്സാമിനകത്തുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ടൊരു എക്സാമായിരുന്നു.